ഈ പനിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പ്രത്യേകതര ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നുന്നത് എന്താ അറിയോ, മധുരം കുറച്ച് സേമിയ പായസമാണ്. സേമിയ പായസം, കുഞ്ഞി സേമിയ. അത് ഇതിവിടെ നമ്മുടെ ചെറുതാര അമ്പലത്തിലെ മഹാദേവൻ്റെ നല്ല മധുരം. അപ്പം അതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം. അതിന് മുന്തിരി പായസത്തിന് മുന്തിരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈന്തപ്പഴമൊന്നും നോർമലി സാധാ ഈന്തപ്പഴം കഴിക്കില്ല, പക്ഷേ അച്ചാറിലിടുന്ന ഈന്തപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സേമിയ പായസത്തിന് ഇച്ചിരി തണുപ്പുണ്ടേ, ചുമയുള്ളപ്പോൾ കഴിക്കാൻ ബെസ്റ്റാണ്. ചുമയൊക്കെ ഉള്ള സമയത്ത് ചൂടുവെള്ളം കുടിക്കണം. അപ്പം ചൂടുവെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ചുമ കുറയും. ചൂടുവെള്ളം കുടിക്കുമ്പോൾ തൊണ്ട ഒന്ന് സ്മൂത്ത് ആവുന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെയല്ല. എനിക്ക് ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടെ കൊടുത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ തൊണ്ട കിരികിരിപ്പ് കൂടും. ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീർന്ന പോലെയൊക്കെ തോന്നും. ആ സമയത്ത് തണുത്തോളം കുടിച്ച് കഴിഞ്ഞാൽ തൊണ്ട നല്ല സ്മൂത്ത് ആവും. അത് ചിന്താഗതിയിൽ വിവരമില്ലായ്മയാണെന്ന് എനിക്കറിയത്തില്ല, ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിൽ വെറൈറ്റി ട്രൈ ചെയ്യാം. ഈ അമ്പലത്തിലെ പായസം ഇങ്ങനെ കഴിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരാഗ്രഹം കൊണ്ടൊന്ന് കഴിച്ചത്. എന്തായാലും നമ്മൾ മേടിച്ചും പോയി ഇവിടെ ഇരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി ചിപ്സും കൂടെ ഇട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടാകും. എരിവില്ലാത്ത എരിവ് ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ ബോറടിക്കും. അവിടെയല്ലേ ഇത് എരിവില്ലാത്തതാണേ. ഇതും കൂടെ ഇച്ചിരി പത്രത്തിനൊക്കെ പകരം നമുക്ക് അതുകൂടി ഇട്ടൊന്ന് ശ്രദ്ധിക്കുക. കാഴ്ചയിൽ അയ്യേ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒന്ന് അടുത്തറിഞ്ഞു കഴിയുമ്പോഴോ അതിൻ്റെ ഉള്ളറിഞ്ഞു കഴിയുമ്പോഴോ അയ്യോ ഹായ് എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ടാവും. ഈ സെയിം കോമ്പോയിൽ എനിക്ക് കുറച്ചുകൂടെ കഴിക്കാൻ തോന്നുന്നു. ഞാൻ കഴിക്കുകയാണേ. ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കും. നമ്മൾ ഇവിടെ വീട്ടിൽ മാങ്ങയൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന സമയത്തെ മാങ്ങയും പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അടിക്കും, ഷേക്ക് കുടിക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നല്ല എരിവുള്ള ആപ്പിൾ മിക്സ് മിക്സല്ലേ അത് കഴിക്കാം. ഇപ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചില സമയത്ത് ഇരിക്കുമ്പോൾ നമുക്ക് എരിവ് നല്ലതായിട്ട് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എരിവെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ചിക്കൻ കഴിക്കാൻ തോന്നുന്നില്ലായിരിക്കും, വേറെ എരിവുകൾ എന്തെങ്കിലും ആയിരിക്കും കഴിക്കാൻ തോന്നുന്നത്. അപ്പം കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളൊക്കെ ഇങ്ങനെയാണെന്നോ അത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ? എന്നെപ്പോലെ ഉള്ളവരാദ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ ബൈ.